ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. നാം ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു തുടങ്ങി. അതിനു മുൻപ് ദൈവത്തിൻ്റെ രാജ്യവും സാത്താൻ്റെ രാജ്യവും എന്തെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അക്കൂട്ടത്തിലാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നിവയുടെ അല്പമായ വ്യത്യാസത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 5 കൂട്ടം കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ഇടയായിരുന്നു. സ്വർഗരാജ്യം മശിഹ രാജാവായിട്ടും ദൈവരാജ്യം ദൈവം രാജാവായിട്ടും എന്ന് നമുക്ക് ചിന്തിപ്പാനിടയായി. അതിൽ 6ാമത്തെ കാര്യം നാം ചിന്തിക്കുമ്പോൾ ഭാവിയിൽ ഉള്ളതാണ് സ്വർഗരാജ്യം. മത്തായിയുടെ സുവിശേഷം 6:10 നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പഠിപ്പിക്കുകയുണ്ടായി. വീണ്ടും 2 തീമോത്തിയോസിന്റെ ലേഖനം 4:1 ഞാൻ ദൈവത്തെയും ജീവികൾക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനോട് പറയുമ്പോൾ പറയുന്നത്. അതെ, അങ്ങനെ ദൈവരാജ്യം ഭാവിയിൽ ഉള്ളതായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ, സ്വർഗരാജ്യം ഭാവിയിലുള്ളതായിട്ട് മനസ്സിലാക്കുമ്പോൾ 6ാമത്തെ കാര്യം ദൈവരാജ്യം അത് ഭൂതവർത്തമാന ഭാവിയിലുള്ളതാണ് എന്ന് 90-ാം സങ്കീർത്തനത്തിന്റെ 2ാം വാക്യത്തിൽ കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു, പർവ്വതങ്ങൾ ഉണ്ടായതിനും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായി ശാശ്വതമായും ദൈവമായിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേപോലെ സ്വർഗരാജ്യത്തിൽ 7ാമത്തെ കാര്യം അത് ക്രിസ്തുവിന് കീഴിലാണ്. സങ്കീർത്തനങ്ങൾ 2:6 എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ തന്നെ ദൈവരാജ്യം അത് സകലത്തിനും മീതെ ദൈവം വസിക്കുന്നു. സങ്കീർത്തനങ്ങൾ 103:19 യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു എന്നാണ് അവിടെയും സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും സ്വർഗരാജ്യത്തിൽ 8ാമത്തെ കാര്യം അത് ക്രിസ്തുവിന് നൽകപ്പെട്ടത് എന്ന് ദാനിയേലിന്റെ പ്രവചനം 7:13-14 വാക്യങ്ങളിൽ കാണുമ്പോൾ ദൈവരാജ്യത്തിൽ അതെ ആ സങ്കീർത്തനങ്ങൾ 10:16 യഹോവ എന്നേക്കും രാജാവാകുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ 9ാമത്തെ കാര്യമായിട്ട് അത് സ്വർഗരാജ്യം 2ാം വരവിൽ ആരംഭിക്കുന്നതായിട്ട് സഖരിയ പ്രവചനം 14 നാം അത് മനസ്സിലാക്കുന്നു. 2 തീമോത്തിയോസിന്റെ ലേഖനം 4:1 മനസ്സിലാക്കുമ്പോൾ നാം ദൈവരാജ്യത്തിൽ അതിപ്പോഴുള്ളത് എന്ന് സങ്കീർത്തനങ്ങൾ 90:2 നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. 10ാമത്തെ കാര്യം അത് സ്വർഗത്തിന് കീഴിൽ മാത്രമാണ് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്നത്. ദാനിയേൽ 7:27 അതേപോലെ വെളിപ്പാട് 11:15 നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ദൈവരാജ്യത്തിൽ 10ാമത്തെ കാര്യം അതെല്ലാറ്റിനും മീതെ എന്ന് 103-ാം സങ്കീർത്തനത്തിന്റെ 19 നേരത്തെ നാം കാണുവാനിടയായിത്തു. 11ാമത്തെ കാര്യം സ്വർഗരാജ്യം അത് പ്രാദേശികമാണ്, അഥവാ ഗ്രഹത്തില് ഒതുങ്ങുന്നതാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 11:15 നാം കാണുന്നത്. അപ്പോൾ തന്നെ ദൈവരാജ്യം അത് പ്രാപഞ്ചികമാണ്,
അത് ഗ്രഹാന്തരമാണ്. അത് വെളിപ്പാട് പുസ്തകം 5:11 തൊട്ട് 14 വരെയുള്ള ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 12-ാമത്തെ കാര്യം, സ്വർഗരാജ്യം അത് അതിന്റെ ഭൗമിക തലസ്ഥാനത്തെ കുറിച്ച് കാണുമ്പോൾ അത് യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ തലസ്ഥാനം ഭൗമികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സക്കരിയ പ്രവചനം 14-ലും നാം അത് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നാം ആ ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 12-ാമത്തെ കാര്യം അത് സ്വർഗീയ തലസ്ഥാനം എന്നാണ് എബ്രായ ലേഖനം 12:12 നാം കാണുന്നത്. വീണ്ടും നാം 13-ാമത്തെ കാര്യം സ്വർഗരാജ്യത്തെ കുറിച്ച് അത് ഉദ്ദേശത്തിൽ യുഗപരമായിട്ട് ഉള്ളതാണ്. 1 കൊരിന്ത്യർ ലേഖനം 15:24 മുതൽ 28 വരെ നാം അത് കാണുമ്പോൾ ദൈവരാജ്യം അത് ഉദ്ദേശത്തില് നിത്യമാണ് എന്ന് എഫേസ്യ ലേഖനം 3:11 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ സ്വർഗരാജ്യം 14-ാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ അതിന് ആരംഭമുള്ളതായിട്ട് 2 തിമോത്തിയോസിന്റെ ലേഖനം 4:11 മത്തായിയുടെ സുവിശേഷം 6:10 നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ തന്നെ ആ ദൈവരാജ്യം അത് സമയരഹിതം, അന്ത്യമില്ലാത്തത് എന്ന് 90-ാം സങ്കീർത്തനത്തിന്റെ 2 നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും സ്വർഗരാജ്യം 15-ാമത്തെ കാര്യം നാം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അതിൽ കളകളുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 13:38 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ വിശദമാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവരാജ്യം അത് വീണ്ടും ജനിച്ചവർ മാത്രം ആണ് അതിലുള്ളത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 3:5 വ്യക്തമാക്കുകയാണ്. 16-ാമതായി സ്വർഗരാജ്യം അത് പുറമേ കാണത്തക്കവണ്ണം വരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 24:29 മുതൽ 31 വരെ, 25:31 മുതൽ 46 വരെ, 2 തെസ്സലോനിക്ക ലേഖനം 1:7 മുതൽ 10 വരെ, യൂദാ 14 ഈ വാക്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു. അതേപോലെ സക്കരിയ പ്രവചനം 14:1 മുതൽ 5 വരെ, ദാനിയേൽ പ്രവചനം 7:13 തൊട്ട് 15 വരെ, വെളിപ്പാട് പുസ്തകം 19:11 തൊട്ട് 21 വരെ എല്ലാം ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവരാജ്യം അത് പുറമെ കാണത്തക്കവണ്ണം അല്ല വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 17:20, റോമാലേഖനം 14:17, 1 കൊരിന്ത്യർ ലേഖനം 4:20 ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സ്വർഗരാജ്യം അത് ഭൗമികർക്കുള്ളത് ആകയാൽ ജഡരക്തങ്ങൾ അവകാശം ആക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ ദൈവരാജ്യം അത് ഉയർത്തെഴുന്നേറ്റ അഥവാ മഹത്വീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ മാത്രം അവകാശമാക്കുമെന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 15:50 മുതൽ 58 വരെയും വെളിപ്പാട് 21:7 വ്യക്തമാക്കുന്നത്. ഇവിടെയെല്ലാം കുറെ അധികം റെഫറൻസുകൾ പറയുവാനായിട്ട് ഇടയായി. എല്ലാം വിശദീകരിക്കുവാനുള്ള സമയക്കുറവ് കൊണ്ടാണ് ദൈവമക്കൾ വചനവുമായിട്ട് നോക്കി അത് മനസ്സിലാക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമുക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അതിന്റെ ചില വ്യത്യാസങ്ങൾ പ്രകാരം പഠിക്കുവാനായിട്ടും കഴിയുന്നതാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ചിന്തിക്കാമല്ലോ.